CPM ഉം BJP-യും അക്രമ രാഷ്ട്രീയത്തിൽ 90-കളുണ്ടായിരുന്ന വലിയ അക്രമ രാഷ്ട്രീയ സംഭവങ്ങളിൽ രണ്ട് പാർട്ടായിട്ട് നിന്നതാണ്. അതിൽ BJP RSS പക്ഷമാണ് രാജ്യം ഭരിക്കാൻ വേണ്ടി പോയത്. സ്വാഭാവികമായിട്ടും ഇത്ര വലിയ പൊസിഷൻ രാഷ്ട്രപതിയാൽ കൊടുക്കാൻ അവകാശവും അധികാരവും അവരുടെ കയ്യിലാണ്, BJP-യുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ തീരുമാനിച്ചാൽ ഇവിടെ CPM-കാർക്ക് ഒരുപാട് ആളുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ശരീരഭാഗങ്ങൾ നഷ്ടപ്പെട്ട പ്രവർത്തകരും നേതാക്കളും ഒക്കെ ഉണ്ട്. പക്ഷേ BJP-ക്കാണ് ഇപ്പോൾ ഇത്ര വലിയൊരു പദവി, അങ്ങനെ രണ്ട് കാലുകൾ അറ്റുപോയ ആക്രമണത്തിൽ ഇരയായ ഒരാൾക്ക് പദവി കൊടുക്കാനുള്ളത്. അതുകൊണ്ട് BJP അത് കൊടുത്തിരിക്കുന്നു. അതിൽ അസ്വാഭാവികതയൊന്നും കാണാൻ തയ്യാറല്ല, കാരണം അത് സ്വാഭാവികമായിട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഈ പറയുന്ന വലിയ പ്രതിഭകൾക്ക് കലാസാഹിത്യ മേഖലകളിലൊക്കെ വിരാജിച്ചിരിക്കുന്ന ആളുകൾക്കാണ്, ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറുടെയും പിന്നെ ഇവരുടെ തന്നെ BJP-യുടെ തന്നെ നോമിനേഷനാരാണ് സുരേഷ് ഗോപിയും PT ഉഷയും ഒക്കെയാണ്. അപ്പോൾ അവർക്കൊപ്പമാണ് ഇരിക്കുന്നതെന്ന് വെച്ചാൽ അവിടെയാണ് എനിക്കൊരല്പം ഒരു ചെറിയ ബുദ്ധിമുട്ട് ഉള്ളത്. അതായത് അത് യഥാർത്ഥത്തിൽ ഈ നേതാവിനോടുള്ള സ്നേഹപ്രകടനമാണ് BJP-യും RSS-ഉം കാണിച്ചതെങ്കിലും അതൊരല്പം നെഗറ്റീവായി പോയില്ലേ എന്നെനിക്ക് തോന്നുന്നതാണ്. കാരണം നമ്മൾ കുമ്മനം രാജശേഖരൻ്റെ കാര്യം നമ്മളിവിടെ ചർച്ച ചെയ്തതാണ്. കുമ്മനം രാജശേഖരൻ വളരെ ബഹുമാനനായിട്ടുള്ള നേതാവായിരുന്നു BJP-യുടേത് വളരെ പതിറ്റാണ്ടുകളായിട്ട്. അദ്ദേഹം പക്ഷേ വലിയ തോതിൽ പരിഹാസത്തിന് വിധേയമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായല്ലോ. അത് ഇതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJP-യുടെ കേന്ദ്ര നേതൃത്വവും സർക്കാരും എടുത്തൊരു നടപടിയുടെ ഭാഗമായിട്ടായിരുന്നു. കേരളത്തിൽ പ്രധാനമന്ത്രി വന്നിട്ട് മെട്രോ ഉദ്ഘാടനം ചെയ്യുമ്പോൾ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിക്കൊപ്പം കുമ്മനം രാജശേഖരനെ കൂടെ ഇരുത്തി. അപ്പോൾ അത് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രി അവിടെ ഇരിക്കാൻ അവർക്ക് യോഗ്യതയുണ്ട്. യോഗ്യതയില്ലാത്തൊരു സ്ഥലത്തേക്ക് ഇദ്ദേഹത്തെ പിടിച്ചിരുത്തിയതുകൊണ്ട് അതിരൂക്ഷമായുള്ള പരിഹാസത്തിനാണ് കുമ്മനം രാജശേഖരൻ വിധേയനായത്. ഏതാണ്ട് സമാനമായ സാഹചര്യത്തിലേക്കാണ് സദാനന്ദൻ മാസ്റ്ററെ ഈ BJP വിട്ടുകൊടുത്തിരിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എല്ലാവരും നാളെ മുതൽ പറയും, കണ്ടില്ലേ സുരേഷ് ഗോപിയും PT ഉഷയും സച്ചിൻ ടെണ്ടുൽക്കറൊക്കെ പോയ സ്ഥലത്തേക്ക് ഒരു സാധാരണ രാഷ്ട്രീയക്കാരൻ മാത്രമായ ഒരാളെ എന്തിനങ്ങോട്ട് വിട്ടു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കളിയാക്കാനും മറ്റും രാഷ്ട്രീയ എതിരാളികൾ വരും എന്നതാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു കളിയാക്കലിന് BJP-യും RSS-ഉം അദ്ദേഹത്തെ വിട്ടുകൊടുക്കരുതായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നുകിൽ അദ്ദേഹത്തെ മറ്റൊരു തരത്തിൽ MP ആയിട്ട് പറഞ്ഞേക്കാമായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഗവർണറെങ്കിലും ആക്കാമായിരുന്നു. ഇങ്ങനെ ഈ സവിശേഷ വ്യക്തിത്വമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് അദ്ദേഹത്തെ പറഞ്ഞേക്കേണ്ടതില്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു തോന്നൽ ആദ്യഘട്ടത്തിൽ.